ജൂലൈ 11 ഉച്ചയ്ക്ക് 3:27 പ്രത്യേകിച്ച് ഒരു സർക്കംസ്റ്റൻസസും ഉണ്ടാവാതെ പെട്ടെന്ന് റാൻഡമായിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ചേച്ചി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ മാറാത്തത്? മൊത്തം കുഴപ്പമല്ലേ ചേച്ചി? അയച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ 11ാം ക്ലാസ്സുകാരനായ എൻ്റെ ഫ്രണ്ട് ബിലാലാണ്. അതെ, ഒരുപാട് വർഷങ്ങളായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിദഗ്ധരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം: നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താ മാറാത്തത്? ഇവിടെ ഇപ്പം നമ്മുടെ കൂടെയുള്ളത് വിദ്യാർത്ഥികളാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളെല്ലാവരും നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കീഴിൽ ഒരുപാട് വർഷങ്ങളായി പഠിക്കുന്നവരാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഏറ്റവും കൂടുതൽ മാറണമെന്നുള്ള പോരായ്മ എന്താണ്? And I'll start with Maria Sebastian. She is a final year BA English Honours student in St. Stephen's College, Delhi. So Maria Chechi, what according to you is the biggest drawback in the existing education system? Sanjana, good question. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിരുന്നത് ആ ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ നോളജ് ആയിരുന്നു. വി ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ തിയറി ആൻഡ് വി വർ വെരി ഗുഡ് അറ്റ് മെമ്മറൈസിങ് തിങ്സ്. But when it came to applying our knowledge, I don't think we outshone in that particular sphere. And the most basic things like how to calculate our taxes or like how to prepare our own CV, none of this were given importance in our education system. We didn't know how to change the tube light, simple things like that. And I thought that was a very big drawback. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള അതേ കാര്യങ്ങൾ നാം ഓരോരുത്തരും എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എന്നിരുന്നാൽ കൂടി നാം അത് പലവട്ടം ആവർത്തിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കുകയും അതുപോലെ തന്നെ ഉത്തര പേപ്പറിൽ എഴുതി മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു പേരിട്ട് വിളിച്ചാൽ റോഡ് ലേണിംഗ്. ഈ ഒരു മാറ്റമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ 10th ഉയർന്ന മാർക്ക് ലഭിച്ചിട്ട് ഞാൻ ആർട്സ് ആണ് എടുത്തത്. പക്ഷെ പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് സയൻസ് എടുത്തില്ല, സയൻസ് എടുത്തിരുന്നെങ്കിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുമായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി ഏത് സബ്ജക്ട് എടുത്താലും ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് പല മേഖലകളിലേക്കും പോകാനുള്ള അവസരം തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ രീതി. എനിക്ക് ചോദിക്കാനുള്ളത് ഇവാലുവേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ഡെവലപ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാറാണോ നമ്മുടെ സിസ്റ്റം? ഇവിടെ മാറ്റം അനിവാര്യമല്ലേ? അത് ചേച്ചി, തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഒരു +2 വരെയുള്ള ഒരു ലൈഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഈ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറത്തെ ഒരു പരീക്ഷ കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയുടെ ടോട്ടൽ കാലിബർ അല്ലെങ്കിൽ അവൻ എത്രത്തോളം മിടുക്കനാണ് എന്ന് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടിക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ബൾബ് എന്ന പ്രശസ്തമായ ലോക പ്രശസ്തമായ കണ്ടുപിടുത്തത്തിന് മൂല കാരണമായി തീരുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് അവൻ വളരുകയും ചെയ്യും. കുട്ടികൾ വെറുതെ പരീക്ഷ ജയിക്കുന്നതിൽ അല്ല കാര്യം, പിന്നെ അവർക്ക് സർഗാത്മക ചിന്ത അല്ലെങ്കിൽ അവർക്ക് പ്രശ്ന പരിഹാര ചിന്ത, അവർക്ക് വിമർശനാത്മക ചിന്ത, അവർ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടെത്താനുള്ള ചിന്ത, അതാണ് ശരിക്കും ഒരു കുട്ടിയിൽ വളർത്തിയെടുക്കേണ്ടത്. Finally, we have Swati S. Babu. She's currently doing Integrated MA in Developmental Studies in IIT Madras. Swati Chechi, Chechi's opinion parayu. Yes, Sanjana. It is really disheartening to see that the widely practiced pedagogy in the Indian school system is that of placing a lot of importance on examination and rote learning. And the end results of having such a huge emphasis on examinations is that students simply reduce their worth and their talent to the mere marks they score in a 3-hour assessment. And also in the current education system, there is absolutely no importance placed on, let's say, vocational learning or experiential learning outside of the classroom, and thus students miss out on a holistic schooling experience.
1964 അന്നത്തെ കോൺഗ്രസ് MP ആയിരുന്ന സിദ്ധേശ്വർ പ്രസാദ് സർക്കാരിന് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരു വിഷൻ ഇല്ല, ഫിലോസഫി ഇല്ല എന്ന് ക്രിട്ടിസൈസ് ചെയ്തപ്പോഴാണ് ഒരു എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രസക്തി നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ഉയർന്നു വരുന്നത്. തുടർന്ന് അതേ വർഷം UGC ചെയർമാൻ DS കൊത്താരിയുടെ നേതൃത്വത്തിൽ ഒരു 17-അംഗ വിദ്യാഭ്യാസ കമ്മീഷൻ എഡ്യൂക്കേഷൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് 1968 ആദ്യ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നു. 1986 രാജീവ് ഗാന്ധി സർക്കാരിന്റെ സമയത്താണ് രണ്ടാമത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. 1992 PV നരസിംഹറാവു സർക്കാരിന്റെ സമയത്ത് പോളിസി റിവൈസ് ചെയ്തെങ്കിലും 21ാം നൂറ്റാണ്ടിനനുസൃതമായ കാലികമായ ഒരുപാട് മാറ്റങ്ങൾ പോളിസിയിൽ വരേണ്ടതുണ്ട് എന്ന കാര്യം ആവർത്തിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് തിരക്കേട്ട ആശയങ്ങൾ, റോട്ട് ലേണിംഗ്, ഇവാലുവേഷൻ സിസ്റ്റം, ലാക്ക് ഓഫ് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ ദ സബ്ജക്ട്സ്, ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ, ആനുവൽ എക്സാംസ് ബീങ് നോട്ട് ഇൻ എ ഹോളിസ്റ്റിക് മാനർ, ഇതൊക്കെ നീണ്ട ലിസ്റ്റിലെ ഏതാനും ചില പോരായ്മകൾ മാത്രമാണ്. ഫൈനലി 34 വർഷങ്ങൾക്ക് ശേഷം ഈ ജൂലൈ 29 യൂണിയൻ ക്യാബിനറ്റ് ഒരു പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. വേവ് ഓഫ് അപ്രീസിയേഷൻസ് ആണ് NEP 2020 ലഭിച്ചത്. ഓൺ ദി അതർ ഹാൻഡ് ട്വിറ്ററിൽ #rejectNEP ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാം. NEP 2020യുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിലവിലുള്ള 10+2 സ്റ്റാൻഡേർഡിൽ നിന്നും 5+3+3+4 സിസ്റ്റത്തിലേക്കുള്ള മാറ്റം. പല വികസിത രാജ്യങ്ങളിലുമുള്ള മോഡലിനോട് സമാനമാണ് ഈ ഒരു മോഡൽ. 10+2 12 വർഷമാകുമ്പോൾ 5+3+3+4 15 വർഷത്തെ വിദ്യാഭ്യാസമാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കൂടി ഈ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ്സ്. കാരണം ഇത്രയും നാൾ പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമായിരുന്നു നമ്മൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കണ്ടിരുന്നത്. ഫൈനലി സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. കുട്ടികളുടെ 85% ക്യുമുലേറ്റീവ് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് 6 വയസ്സിന് മുൻപാണ്. നിലവിൽ കോടിക്കണക്കിന് കുട്ടികൾക്കാണ് ഇന്ത്യയിൽ ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ലഭിക്കാത്തത്, പ്രത്യേകിച്ച് സാമൂഹികമായും സാമ്പത്തികമായും ഡിസ്അഡ്വാൻറ്റേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ളവർ. NEP 2020 ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: Universal provisioning of quality early childhood development, care and education must be achieved as soon as possible and no later than 2030. കൂടാതെ മിഡ് ഡേ മീൽസിന് പുറമെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകാനുള്ള പ്രൊവിഷനും വളരെ നല്ലതാണ്. 5+3+3+4 മോഡലിൽ ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷണൽ ഇയേഴ്സ് ആണ്. ഇതിൽ തന്നെ 3 മുതൽ 6 വയസ്സ് വരെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും തുടർന്നുള്ള 2 വർഷങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്സുമായിരിക്കും. ഇവിടെ പ്രാധാന്യം നൽകുക ഫ്ലെക്സിബിൾ, മൾട്ടി ഫാസറ്റഡ്, മൾട്ടി ലെവൽ, പ്ലേ ബേസ്ഡ്, ആക്ടിവിറ്റി ബേസ്ഡ്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗിനായിരിക്കും. കളികളിലൂടെയുള്ള രസകരമായ പഠനം. തുടർന്ന് 8 മുതൽ 11 വയസ്സ് വരെ 3 to 5 ക്ലാസ്സസ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഇവിടെ ഫോക്കസ് ചെയ്യുക പ്ലേ, ഡിസ്കവറി, ആക്ടിവിറ്റി ബേസ്ഡ്, ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ലേണിംഗിനായിരിക്കും. ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ന്യൂമറസി സ്കിൽസിനാണ് പ്രാധാന്യം നൽകുക. അതിനുശേഷം 11 മുതൽ 14 വയസ്സ് വരെ 6 to 8 ക്ലാസ്സസ് മിഡിൽ സ്റ്റേജ്. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു പ്രത്യേക സ്റ്റേജിലായിരിക്കും. കാരണം ഇവിടെ പ്രാധാന്യം നൽകുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു വലിയ പോരായ്മ ഇവിടെ നികത്തപ്പെടുന്നു. തിയറി മാത്രമല്ല, അത് ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കുട്ടികൾ പഠിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത് ക്രിട്ടിക്കൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്, റോട്ട് ലേണിംഗ് അല്ല. അതിനുശേഷം 14 മുതൽ 18 വയസ്സ് വരെ സെക്കൻഡറി സ്റ്റേജ് 9 to 12 ക്ലാസ്സസ്. ഫേസ് 1-ൽ ക്ലാസ് 9, 10, ഫേസ് 2-ൽ ക്ലാസ് 11, 12. അടുത്ത NEP 2020യുടെ ഏറ്റവും വലിയ പോസിറ്റീവ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സെക്കൻഡറി സ്റ്റേജിലാണ്. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്നത് 10ാം ക്ലാസ്സിന് ശേഷം കുട്ടികളെ കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഇങ്ങനെ 3 സ്ട്രീമുകളിലായി തിരിക്കുന്നു എന്നതാണ്. ഒരു സ്ട്രീമിലുള്ള വിദ്യാർത്ഥിക്ക് മറ്റ് സ്ട്രീമുകളിലുള്ള വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കില്ല. പക്ഷെ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല കുട്ടികളുടെ ഇഷ്ടങ്ങൾ. ഫോർ എക്സാമ്പിൾ, എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ എടുത്താൽ ഞാനിപ്പോൾ ജസ്റ്റ് ഹ്യൂമാനിറ്റീസിൽ +2 കഴിഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് പ്രിയപ്പെട്ടത്. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്ക് ഫിസിക്സും മാത്സും പ്രിയപ്പെട്ടതായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ പേരൻസിനോടും ടീച്ചേഴ്സിനോടും പറഞ്ഞു എനിക്ക് പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ജോഗ്രഫി, ഫിസിക്സ്, മാത്സ് പഠിക്കണമെന്ന്.
അന്ന് അവരെന്നെ കളിയാക്കി ഇംപോസിബിൾ എന്ന് പറഞ്ഞു വിട്ടു. ആൻഡ് ഐ വാസ് ഹെൽപ്ലെസ് ദെൻ. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിലവിൽ വരുമ്പോൾ ഇത് പോസിബിൾ ആണ്. ഹിസ്റ്ററിയുടെ കൂടെ കെമിസ്ട്രി പഠിക്കാം, ഫിസിക്സിന്റെ കൂടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം, അക്കൗണ്ടൻസിയുടെ കൂടെ സോഷ്യോളജി പഠിക്കാം, സയൻസ് വിഷയങ്ങളുടെ കൂടെ ആർട്സ് വിഷയങ്ങളും കോമേഴ്സ് വിഷയങ്ങളും പഠിക്കാം, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ആൻഡ് ഐ ഫീൽ ജെലസ്. ഈ ഒരു പോളിസി നിലവിൽ വന്ന് ഇതിന് കീഴിൽ വരുന്ന വിദ്യാർത്ഥികളോട് ഐ ഫീൽ ഡീപ്ലി ജെലസ്. NEP 2020 മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷന് നൽകിയിരിക്കുന്ന പ്രാധാന്യം. NEP പറയുന്നു 2012-17 12th 5-year പ്ലാൻ എസ്റ്റിമേറ്റ് ചെയ്തതനുസരിച്ച് 19 മുതൽ 24 വരെ പ്രായപരിധിയിലുള്ള ഇന്ത്യൻ വർക്ക് ഫോഴ്സിൽ വെറും ലെസ് ദൻ 5% ആളുകൾക്ക് മാത്രമാണ് ഫോർമൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അതേസമയം USA-ൽ ഈ സംഖ്യ 52%, ജർമ്മനിയിൽ 75%, സൗത്ത് കൊറിയയിൽ 96%. ഇന്ത്യയിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് NEP-യിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗം ആരംഭിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു തൊഴിലെങ്കിലും പഠിക്കാനുള്ള അവസരം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദിൽ ബി എക്സ്പോസ്ഡ് ടു എ ലോട്ട് മോർ. കാർപ്പൻട്രി, ഇലക്ട്രിക് വർക്ക്, മെറ്റൽ വർക്ക്, ഗാർഡനിങ്, പോട്ടറി മേക്കിംഗ് തുടങ്ങിയ തൊഴിൽ മേഖലകളെല്ലാം 6 മുതൽ 8 വരെ ക്ലാസ്സിലുള്ള കുട്ടികളെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു മൂവ് വളരെ റെവല്യൂഷണറിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തിൽ പൊതുവെ ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലകളെ മറ്റ് വൈറ്റ് കോളർ ജോബ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോ ലെവലായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ വികസിത രാജ്യങ്ങളിൽ പലയിടത്തും അങ്ങനെയല്ല. എല്ലാ തൊഴിൽ മേഖലകൾക്കും ഈക്വൽ റെസ്പെക്റ്റ് ആണ് നൽകുന്നത്. ഇത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലമാണ്. സമൂഹത്തിൽ എന്തൊരു മാറ്റം കൊണ്ടുവരണമെങ്കിലും ആ മാറ്റം ആരംഭിക്കേണ്ടത് ഫൗണ്ടേഷണൽ ലെവലിൽ നിന്നാണ്, വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി വ്യക്തമായി ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. 2025 കൂടി 50% കുട്ടികൾക്കെങ്കിലും വൊക്കേഷണൽ എഡ്യൂക്കേഷന്റെ എക്സ്പോഷർ നൽകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ ഒരു 10 ദിവസത്തെ ബാഗ്ലെസ് പീരീഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സുമായി ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസിൽ ഏർപ്പെടാൻ. 6ാം ക്ലാസ് മുതൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കോഡിംഗ് ഒരു ഭാഗമായിരിക്കും. കൂടാതെ ഇനി മുതൽ 3, 5, 8, 10, 12 ക്ലാസ്സുകളിലായിരിക്കും ആനുവൽ എക്സാംസ് നടക്കുക. അതും റോഡ് ലേണിംഗിനെ ബേസ് ചെയ്തായിരിക്കില്ല. ഹയർ ഓർഡർ സ്കിൽസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി മുതലായവയ്ക്കായിരിക്കും പ്രാധാന്യം നൽകുക. 12ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഡിഗ്രി പ്രോഗ്രാം 4 വർഷമായിരിക്കും. ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 2ാമത്തെ വർഷത്തിന് ശേഷമാണെങ്കിൽ ഡിപ്ലോമ ലഭിക്കും. 3rd ഇയറിന് ശേഷമാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി. ആൻഡ് 4ാമത്തെ വർഷത്തിന് ശേഷമാണെങ്കിൽ ബാച്ചിലേഴ്സ് റിസർച്ച് ഡിഗ്രി ലഭിക്കും. 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് നേടിയതെങ്കിൽ MA or MSc 1 വർഷമായിരിക്കും. 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ MA or MSc 2 വർഷമായിരിക്കും. UG പ്രോഗ്രാമിൽ മുൻപോട്ട് വെച്ചിരിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് പ്രോഗ്രാമാണ് മറ്റൊരു വലിയ മാറ്റം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി 2 വർഷത്തെ BA ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ആ 2 വർഷത്തെ വിദ്യാഭ്യാസത്തിന്റെ ക്രെഡിറ്റ്സ് നഷ്ടപ്പെടില്ല. അത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ സേവ് ചെയ്യപ്പെടും. ആ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും 3rd ഇയർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ ക്രെഡിറ്റ് നഷ്ടപ്പെടാതെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള NEP 2020 സ്റ്റേറ്റ്മെന്റ് ഇതാണ്: Wherever possible, the medium of instruction until at least grade 5, but preferably till grade 8 and beyond, will be the home language, mother tongue, local language or regional language. അതായത് സാധിക്കുന്നിടത്തെല്ലാം പഠിപ്പിക്കുന്ന മീഡിയം മാതൃഭാഷയായിരിക്കണം, അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കണം. 5th വരെ ആൻഡ് പ്രിഫറബിളി 8th വരെ. പക്ഷെ പോളിസിയിൽ എവിടെയും നിർബന്ധമായും, അതായത് കമ്പൽസറിലി അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നില്ല. സ്റ്റിൽ ഇറ്റ് ഹാസ് ബിക്കം എ കോൺട്രവേഴ്സി. എൻ്റെ അഭിപ്രായത്തിൽ മാതൃഭാഷ ഒരു ലാംഗ്വേജ് ആയി ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിപ്പിക്കണം. പക്ഷേ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം. കാരണം ഇന്ന് ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷനായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഏത് രാജ്യത്ത് നിന്നായാലും ഇന്റർനാഷണലി മുൻപോട്ട് വരുമ്പോൾ, പഠനമായാലും ജോലി ആയാലും, അവിടെ ഇംഗ്ലീഷ് അറിയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയാണ്. ഇംഗ്ലീഷിലുള്ള ഇന്ത്യയുടെ പ്രാവീണ്യം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ള വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു കാര്യം, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി 4ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. 5th ആയപ്പോൾ അവർ കർണാടകയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
4ാം ക്ലാസ് വരെ കേരളത്തിൽ മലയാളത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ കർണാടകയിൽ കന്നഡയുമായി പൊരുത്തപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻസ് നടക്കുമ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ wherever possible മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ് എന്നുള്ള കാര്യം അത്ര യോജിക്കാൻ പറ്റുന്നതല്ല. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോൺട്രവേഴ്സിയാണ് വിദ്യാഭ്യാസത്തിന്റെ സെൻട്രലൈസേഷനിലേക്കാണോ NEP 2020 നമ്മളെ നയിക്കുന്നത് എന്നുള്ളത്. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ വിദ്യാഭ്യാസം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. 1976 വിദ്യാഭ്യാസത്തിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും വിദ്യാഭ്യാസത്തിൽ ലെജിസ്ലേഷൻസ് നടത്താം എന്ന്. ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വിദ്യാഭ്യാസത്തിനെ സെൻട്രൽ സബ്ജക്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നത് എന്നാണ്. കാരണം NEP 2020 ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് നിലവിൽ വിദ്യാഭ്യാസത്തിനുള്ള റെഗുലേറ്ററി ബോഡീസ് ആയിട്ടുള്ള UGC, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ പകരം ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു എന്നത്. അതായത് ഇനി മുതൽ ഈ ഒരു പെർട്ടിക്കുലർ സെൻട്രൽ അതോറിറ്റി ആയിരിക്കും ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ഒരു രാജ്യത്തിന്റെ മെഡിക്കൽ ആൻഡ് ലീഗൽ സ്റ്റഡീസ് ഒഴിച്ചുള്ള മറ്റ് ഹയർ എഡ്യൂക്കേഷൻ നിയന്ത്രിക്കുന്നത്. ലെറ്റ്സ് കൺസിഡർ ദ കേസ് ഓഫ് കൺട്രീസ് ലൈക്ക് കാനഡ. കാനഡയും ഒരു ഫെഡറൽ കൺട്രിയാണ്. പക്ഷെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ അതോറിറ്റി ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഫെഡറൽ സ്ട്രക്ചേഴ്സ് ആണ്, അവിടുത്തെ സ്റ്റേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം യോജിച്ചതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതൊരു പക്ഷേ നമ്മുടെ ഫെഡറലിസത്തിനെ മുറിവേൽപ്പിച്ചേക്കാം. മറ്റൊരു വലിയ ക്രിറ്റിസിസം പല സ്റ്റുഡന്റ് ടീച്ചേഴ്സ് ബോഡി പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആന്റി ഡെമോക്രാറ്റിക് ആണെന്നാണ്. പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ നയം മുൻപോട്ട് വെക്കുമ്പോൾ സംസ്ഥാനങ്ങളോട് കൂടുതൽ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്രിറ്റിസിസമാണ് ഇത്രയും വലിയൊരു എഡ്യൂക്കേഷൻ പോളിസി മുൻപോട്ട് വെച്ചപ്പോൾ എന്തുകൊണ്ട് പാർലമെന്റ് മൊത്തത്തിൽ ബൈപ്പാസ് ചെയ്ത് ഒരു തരത്തിലുമുള്ള ഡിബേറ്റ്സോ ഡിസ്കഷൻസോ പാർലമെന്റിൽ നടക്കാതെ മുൻപോട്ട് വെച്ചു എന്നുള്ളത്. ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ക്രിറ്റിസിസം, മോർ ദൻ ബീങ് എ ക്രിറ്റിസിസം, ഇതൊരു വലിയ ചോദ്യമാണ്. ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇസ് ടു എൻഷ്യൂർ ദാറ്റ് ആസ്പിറേഷൻ മാച്ചസ് ഇംപ്ലിമെന്റേഷൻ. ശശി തരൂർ പറഞ്ഞതുപോലെ NEP 2020 എത്രത്തോളം വ്യക്തമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇത് ആക്ച്വലി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒന്നാണോ അതോ തിയോറിറ്റിക്കൽ മാത്രമാണോ? ഒരു കാര്യം ഞാൻ പറയാം. NEP 2020 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് GDPയുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കും എന്നുള്ളത്. 1984 സർക്കാർ പറഞ്ഞതാണ് GDPയുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കും എന്നുള്ളത്. തുടർന്നുള്ള എല്ലാ സർക്കാരുകളും നമ്മളോട് ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതുവരെ പരമാവധി 3% കടന്നിട്ടില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള GDP. രസകരമായ ഒരു കാര്യം, GDP അലൊക്കേഷനിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് താഴേക്കാണ്. 2012-13 എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ GDPയുടെ 3.1% ആയിരുന്നു. 2014-15 അത് 2.8% ആയി കുറഞ്ഞു. 2015-16 2.4%. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം നമ്മുടെ രാജ്യം നേരിടുമ്പോൾ ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള കാര്യം പ്രസക്തമായ ചോദ്യമാണ്. 6% GDPയുടെ കാര്യം മാറ്റിവെച്ച് പോളിസിയിലുള്ള മറ്റ് മാനദണ്ഡങ്ങളുടെ കാര്യം പരിശോധിച്ചാലും എത്രത്തോളം വ്യക്തമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും സാമൂഹിക മാറ്റങ്ങൾ. ആൻഡ് if this video was informative, please do share. Myself, Anjana Benny. Thank you.